അപ്പോൾ എന്നത്തെ പോലെയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. കോവയ്ക്ക ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിന് തന്നെ അരിഞ്ഞെടുക്കാം. കോവയ്ക്ക സാധാരണ മെഴുക്കുവരട്ടി ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കായം, ആ ടേസ്റ്റ് തന്നെ വേണം കേട്ടോ കായം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ നല്ലതായിട്ട് ഫൈനായിട്ടുള്ള പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം, ഇതൊന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട്. അതായത് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ കോവയ്ക്കയുടെ മേലൊരു കോട്ടിങ് പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ഫ്രൈ പാൻ ഇങ്ങനെ പരന്നത് എടുക്കാനുള്ള കാരണം എണ്ണ വളരെ കുറച്ച് മതിയാവും ഇതിലാവുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ കുറച്ചേറെ വേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും എണ്ണ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ ആദ്യം എണ്ണയിൽ നമ്മുടെ കോവയ്ക്ക ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അത് കാരണം പിന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പം ആ കോവയ്ക്കയുടെ പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വറുത്ത് കോരേണ്ട ആവശ്യമില്ല. ഇതിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഇതിനകത്ത് കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഇത് ഒരുപാട് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ കോവയ്ക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ 2 തവണ അങ്ങനെ ചെയ്യാനായിട്ട് കോവയ്ക്ക ഉണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി വീണ്ടും എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ എണ്ണയിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുളക്, ഇതുപോലെ പച്ചമുളക് നീളത്തിനോ ഇങ്ങനെ ചരിച്ചോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ കോവയ്ക്കയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പം അടിപൊളി കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് വേണമെങ്കിൽ 4 മണിക്ക് പലഹാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടി കുറച്ചേറെ ചേർത്ത് കൊടുത്ത് നമ്മളെന്താ പക്കോട ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഇതാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക, ഒന്ന് പോയി നോക്കുക കേട്ടോ. അവിടെ കുറേ കുഞ്ഞു വീഡിയോസ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ.